എൻ്റെ ഏറ്റവും പുതിയ വീടിക്ക് എല്ലാ കുട്ടികളും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ അബുദാബി ഉള്ള ഒരു ജിംനേഷ്യത്തിലാണ്. നമ്മളെ തിരുവനന്തപുരത്തുള്ള തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. എൻ്റെ വൈഫിൻ്റെ വീട് തിരുവനന്തപുരമാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള അവർ നടത്തുന്ന ഷോപ്പാണ്. കുറച്ച് ആൾക്കാർ ടീംസ് ഇവിടെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന ആൾക്കാർ പറയുമ്പോൾ നമ്മുടെ ബംഗ്ലാദേശ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇന്ത്യയിൽ തന്നെ അങ്ങനെ പാകിസ്ഥാനുണ്ട് കേട്ടോ. പിന്നെ ഇന്ത്യൻ പാകിസ്ഥാനും നമ്മുടെ നാട്ടിൽ തന്നെ പ്രശ്നം. ഇവിടെ ഒക്കെ ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് എല്ലാവരും പോയി കഴിയുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ കൂടുതൽ സംസാരിക്കണ്ട. പിന്നെ ഇതിൻ്റെ ഫുഡിൻ്റെ ഐറ്റംസ് ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആൾക്കാർ ഇപ്പോൾ ജിംനേഷ്യത്തിലേക്ക് കുറേ ആൾക്കാർ നാട്ടിൽ തന്നെ പ്രവാസികൾക്ക് ഏകദേശം ചിലപ്പോൾ മനസ്സിലായിരിക്കും. പക്ഷേ നാട്ടിലത്തെ പുതുതലമുറയ്ക്ക് ചിലപ്പോൾ അറിയാതിരിക്കില്ല. അപ്പോൾ ഈ ഫുഡിൻ്റെ എങ്ങനെ ഈ പറയുന്ന പോലെ നമുക്ക് എങ്ങനെ ഈ ഫുഡിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ക്രമീകരിക്കണം, പിന്നെ അതുപോലെ തന്നെ എങ്ങനെ ജിംനേഷ്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഇവിടുത്തെ സാറുമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സാറുമായിട്ട് സംസാരിക്കാം. അപ്പോൾ നമുക്ക് നേരെ കൂടുതൽ സംസാരിക്കണം. പിന്നെ ഒന്നും പറയാനട്ടോ, ഇവിടുത്തെ ചങ്ങായിമാർ പറഞ്ഞാൽ ഈ അടിപൊളിയാണ്. ഞാൻ ഇവിടെ ഉള്ള ആളാണ്. അപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും. നേരെ വീട്ടിൽ കേട്ടോ. ഇത് നമ്മളെ നാട്ടിലെ ആളാണ്. ഒരു 19 ഒരാളാണ്. ആൾക്ക് ആന അപ്പൊ ഈ സംഗതി പറയുമ്പോൾ ഇവിടുത്തെ നമ്മുടെ മസിൽസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്.
ओके इस आदमी इधर देखो ब्रिलियंट है मैं देखो अबे अबे 3 2 1 डन मेरा हमारा फ्रेंड्स पूरा यूट्यूब फैमिली पूरा बात करो इधर से जोहानी और केरला में और इंडिया में पूरा आदमी को क्या एडवाइस जिम के लिए एडवाइस मेरा एडवाइस ये है गुड हेल्थ के लिए, अच्छा बॉडी के लिए, अच्छा फिटनेस के लिए एवरीडे जिम करो और अच्छा फूड खाओ। कंटिन्यू अपना माइंड के साथ एक्सरसाइज करो। एक्सरसाइज करके उसके बाद में अच्छा फूड खाओ, फ्रूट्स खाओ, वेजिटेबल्स खाओ एंड चिकन खाओ। जितना अच्छा आप फूड खाओगे आपका बॉडी उतना अच्छा रिजल्ट होगा। और इधर से प्रोटीन पाउडर इसलिए अच्छा है मान लो प्रोटीन पाउडर है जो मसल ग्रोथिंग के लिए बेस्ट है। प्रोटीन पाउडर अच्छा वाला खाओ, ओरिजिनल वाला खाओ और बॉडी के मसल्स के लिए लाली प्रोटीन पाउडर यूज़ करना पड़ेगा। न्यू है उसको मैक्सिमम 1 महीना 2 महीना के लिए थोड़ा नॉर्मल एक्सरसाइज करो, उसके बाद में स्टार्ट। और मार्केट में डुप्लीकेट है। ഹലോ ഫ്രണ്ട്സ്, ഞാൻ വേറെ ഒന്നല്ല പറയണത്. ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ നല്ല ഫുഡ് കഴിക്കുക. ഇപ്പോൾ ഹിന്ദി അറിയുന്ന ആൾക്കാർ എല്ലാവർക്കും മനസ്സിലാവും. നല്ല ഫുഡ് കഴിക്കുക, നല്ല ഹെൽത്തി ആയിട്ട് ചിക്കനും മട്ടനും എല്ലാം കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ മാർക്കറ്റിൽ കിട്ടുന്നത് നമ്മളുടെ മാർക്കറ്റിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയി കിട്ടുന്ന ബോഡി പൗഡറുണ്ട്. പക്ഷേ അത് ബോഡി പൗഡർ പറഞ്ഞ് നമുക്ക് എനിക്ക് തുടങ്ങാൻ പേടിയാണ്. അപ്പോൾ നോക്ക് ആളുടെയൊക്കെ ബോഡി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ട് നല്ല അച്ചാ പറയുമ്പോൾ നമ്മൾ അടിപൊളി, അച്ചാ പറയുമ്പോൾ നാട്ടിലെ അച്ഛനല്ല. ഓക്കെ, നല്ല അടിപൊളി ബോഡി പൗഡർ വേണം കഴിക്കാൻ. അപ്പോൾ നമ്മളെ മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുള്ള ബോഡി പൗഡർ കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് സാറ് പറഞ്ഞത്. എന്താ പേര്? നെയിം വിജയ് കിधर इंडिया पंजाब. ओके, पंजाबी. अयो ओके टा बाय आई एम गोइंग टू ओके. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വയറ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസാണത്. നമ്മളെ പത്തനംതിട്ട ഏട്ടൻ ആകെ കുഴഞ്ഞു കൊണ്ടു, വയറ് കുറഞ്ഞു. ഏട്ടാ മതി നിർത്തിക്കളേ. എങ്ങനെയുണ്ട്? ഓക്കെ.
എന്നാലും നമ്മളെ പത്തനംതിട്ട ചേട്ടന് ഫുഡ് കഴിച്ചാൽ മതിയാകും അല്ലേ? വൈകുന്നേരം കഞ്ഞിയോ കപ്പേ എന്നാ ചോറോ ബിരിയാണിയോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ ഫിറ്റ്നസ് അല്ലേ, നമ്മള് ബോഡി ബിൽഡർ അല്ലേ, ഫിറ്റ്നസ്സിന് വേണ്ടേ നമ്മൾ എന്ത് കിട്ടിയാലും കഴിയും. ഓക്കെ ഏട്ടാ. പേരെന്താ? അജി. അപ്പോൾ പ്രഷറെ നമ്മുടെ നിഖിൽ സാറാണ്. പിന്നെ നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിഖിൽ സാറാണ് നമ്മളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കാസർഗോഡിലെ ചേട്ടനാണ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മളെ ഈ കാസർഗോഡിലെ ചേട്ടനടുത്ത് നിഖിൽ സാറിനടുത്ത് നമുക്ക് ചോദിക്കാം, പിന്നെ എന്താണ് ഇവിടുത്തെ നമ്മളെ പുതുതായിട്ട് വരുന്ന ക്യാമറകൾ? അപ്പോൾ നമ്മൾ ഇവിടുത്തെ പുതുതായിട്ട് വരുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഇവിടെ ഫെസിലിറ്റീസ് ഉള്ളത്? അഡ്മിഷൻസ് എങ്ങനെ, പൈസയുടെ കാര്യങ്ങളൊക്കെ ഒന്ന്? അഡ്മിഷൻ വന്നാൽ ഇവിടെ മന്ത് വരുന്നത് 140 ആണ്, 1 മന്ത്. ഇപ്പോൾ 3 മന്ത് ആകുമ്പോൾ 290 ആണ്, അതാണ് ഇവിടെ അഡ്മിഷൻ ചാർജ്. പിന്നെ 6 മന്ത് ആകുമ്പോൾ 5000, പിന്നെ 1 ഇയർ ആകുമ്പോൾ 9000. അങ്ങനെ ആകുമ്പോൾ റേറ്റ് വരുന്നത്. അപ്പം നമ്മളുടെ ഈ പുതുതായിട്ട് വരുന്ന തലമുറയ്ക്ക് ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് നമ്മളെ നാട്ടിലത്തെയും അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇതേമാതിരി പുതിയ ചെക്കന്മാർ നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നുണ്ട്, ജിംനേഷ്യം ചെയ്യാൻ, ബോഡി ബിൽഡപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ നമ്മളെ ഈ പ്രോട്ടീൻ പൗഡർ കുറേ ഡ്യൂപ്ലിക്കേറ്റ് മാർക്കറ്റിൽ കുറേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്തിട്ടുള്ള നമ്മളെ എഫക്റ്റ് എന്താ, ഇപ്പോൾ നല്ല പ്രോട്ടീൻ കഴിച്ചിട്ട് എന്താ എഫക്റ്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. കാരണം വേറെ ഒന്നും കേട്ടോ, ഈ ചേട്ടനെ പ്രോട്ടീൻ ഒക്കെ പറയും. പ്രോട്ടീൻ പൗഡർ എന്നല്ല, നമുക്ക് പറഞ്ഞാൽ ഒരാൾ ബോഡി എത്ര ഗ്രാം പ്രോട്ടീൻ എന്തായാലും വേണം. ഓക്കെ, നമ്മളെ വെയിറ്റ് അനുസരിച്ച് പ്രോട്ടീൻ മിനിമം നമ്മുടെ ബോഡിയിലേക്ക് വേണം. ഓരോ ഗോൾ ഉണ്ടാവും. നമ്മൾ വർക്കൗട്ട് ഇപ്പോൾ ബോഡി ബിൽഡ് എങ്കിൽ ഒരു ബോഡി ഒരു 30 ഗ്രാം പ്രോട്ടീൻ നമ്മൾ ബോഡിയിലേക്ക് വേണം. എന്നാൽ മാത്രം നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാൻ വേണ്ടി എളുപ്പമാവും, സഹായിക്കും. പിന്നെ പ്രോട്ടീൻ മാത്രമല്ല, പ്രോപ്പർ സ്ലീപ്പ്, വർക്കൗട്ട് ചെയ്യാൻ ഡിപ്പെൻഡ് ആയിരിക്കും നമ്മളെ ബോഡി. പിന്നെ പറഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷൻ ആയിരിക്കും പ്രോട്ടീൻ പൗഡർ. പിന്നെ ചില ആൾക്കാർക്ക് സമയം, ചിലപ്പോൾ രാവിലെ അവർക്ക് ഡ്യൂട്ടിക്ക് പോകും, പിന്നെ എന്നാൽ ഫുഡ് കഴിക്കാൻ ടൈം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ജസ്റ്റ് പ്രോട്ടീൻ, ഒരു വേ പ്രോട്ടീൻ, ഒരു ബനാന സ്മൂത്തി ആൾക്കാർക്ക് കുടിക്കാം. ഏകദേശം ഒരു 20 ഗ്രാം 25 ഗ്രാം പ്രോട്ടീൻ അതിൽ കിട്ടിക്കോളും. പിന്നെ പറഞ്ഞാൽ ഓരോരുടെ ബോഡിക്ക് അനുസരിച്ച് പ്രോട്ടീൻ അവരുടെ ബോഡിയിലേക്ക്, സാധാരണ ഒരാൾക്ക് ഓരോ ഗോൾ ഉണ്ടാവും. ചില ആൾക്ക് വെയിറ്റ് ലോസ് ആയിരിക്കും, ഫാറ്റ് ലോസ് ആയിരിക്കും, മസിൽ ബിൽഡായിരിക്കും, അവർക്ക് ഗോൾ ഉണ്ടാവും. പിന്നെ അവരനുസരിച്ച് പ്രോട്ടീൻ എന്താണോ, എത്ര ഗ്രാമാണ് പ്രോട്ടീൻ വേണ്ടത്, ഏതൊക്കെ വർക്കൗട്ടാണ് ചെയ്യേണ്ടത്, നമ്മൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കും. പിന്നെ പ്രോട്ടീൻ പൗഡർ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് ബ്രാൻഡ് എന്നാൽ ബ്രാൻഡൊക്കെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാനെല്ലാം യൂസ് ചെയ്യുന്ന വേ പ്രോട്ടീനാണ്. ഞാനൊരിക്കലും ഒരു മാസ്കിൻ്റെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. മാസ്കിന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നല്ലൊരു ഗുഡ് ഫാറ്റ്, നമുക്ക് കഴിക്കുന്ന ഫുഡ് കുറച്ചും കൂടി കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്ത് നമുക്ക് അത്യാവശ്യം കുറച്ച് ബൾക്ക് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ പറഞ്ഞാൽ മാസ്കിനുള്ള വേസ്റ്റ് ഓഫ് മണിയാണ്. നമുക്കൊരു വേ പ്രോട്ടീൻ ഒരു മാസ്കിനായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കുറച്ച് പീനട്ട് ബട്ടർ, പിന്നെ ഒരു ബനാന, കുറച്ച് നട്സിലിട്ടാൽ അതിൽ കലോറി കിട്ടും. അപ്പം അങ്ങനെ നമുക്കൊരു ബൾക്ക്, കുറച്ച് കലോറി കൂടുതൽ ഒരു ഗോൾ അനുസരിച്ച് ബൾക്ക് വേണമെങ്കിൽ നമുക്ക് ആ ലെവലിലെ ബോഡി നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സത്യം പറഞ്ഞാൽ എൻ്റെ ബോഡിയുടെ വീക്കല്ലേ അല്ല, ബോഡി നമ്മൾ ഒരാളെ ശരീരം നോക്കുന്ന ഒരാളെ ബോഡി നോക്കിയല്ല. നല്ല ബോഡി ഉള്ളവർക്ക് നല്ല ശരീരം അല്ല, നല്ല ശരീരമുള്ളവർക്ക് നല്ല ബോഡി ഉണ്ടാകണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ നല്ല മെയിൻറ്റെയിൻ, നമ്മൾ ഹെൽത്തിനെ നോക്കാം, ഹെൽത്ത് ഫോക്കസ് ചെയ്യാം. അപ്പോൾ നല്ലൊരു ബോഡി ബിൽഡറെങ്കിൽ ചിലപ്പോൾ അവർക്ക് ശരീരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില ആൾക്ക് ഉണ്ടാവും. അത് നമ്മൾ ഒരാൾ ബോഡി നോക്കിയിട്ട് കമ്പയർ ചെയ്യാൻ വേണം. നിങ്ങൾക്ക് അത്യാവശ്യം മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അഡ്മിഷൻ എടുക്കാം, നല്ല ഫുഡ് കഴിക്കാം. പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞല്ല, നല്ല ബോഡി ബിൽഡർ ഒരിക്കലും അൺഹെൽത്തി എന്നല്ല ഞാൻ പറഞ്ഞു. അല്ല, നിങ്ങൾ പറഞ്ഞോണ്ടല്ലേ അല്ല, ഞാൻ അങ്ങനെ തന്നെ വെച്ച് ഞാൻ എന്നെ ഒന്നാമത് ഇപ്പൊ നമ്മളെ നിഖിലേട്ടൻ്റെയും എൻ്റെയും ബോഡി വെച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാല് ഞാൻ ശിശുവാണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പാടില്ല, അതൊരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ല. നമുക്ക് പറഞ്ഞാല് ഏതൊരു പ്രോജക്റ്റും വർക്കൗട്ട് എന്തായാലും നമുക്ക് ഇപ്പോൾ UAE ഇവിടെ നിൽക്കുന്ന ഫുഡ്
മെയിൻ പറഞ്ഞാൽ ഔട്ട് സൈഡിൽ നിന്ന് ഫുഡെല്ലാം കഴിക്കുമ്പോൾ കലോറീസ് എല്ലാം കൂടുതലായിരിക്കും. ഒന്നാമത് നമ്മുടെ ഈ പ്രവാസി ജീവിതത്തിലുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ കെമിക്കല്, ഓയില് എല്ലാം ഒന്നാമത് വേസ്റ്റ് ഓയിലടക്കം വരുന്നത്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഞാൻ ഒരു മിനിറ്റ് ഉണ്ടാവും. നമ്മുടെ ഇവിടെ സൂര്യകാന്തി എന്ന് പറയുന്ന ഓയിൽ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ഓയിൽ ഫീൽഡാണ് വർക്കണത്. ഇവിടെ അഡ്നോക്ക് തൊട്ടടുത്താണ്. അപ്പോൾ അഡ്നോക്കിനൊക്കെ വർക്കണത്. അപ്പോൾ ഓയിൽ ഫീൽഡിലത്തെ ഈ കൂടോയിൻ്റെ വേസ്റ്റാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയണത് കേട്ടിട്ടുള്ളത്. എനിക്കറിയില്ല. കൂടോയിൻ്റെ വേസ്റ്റാണ് ഈ ഇത് വരുന്നത്, ഈ സൂര്യകാന്തി. അതാണ് ഓയിൽ വരുന്നത്. യഥാർത്ഥ വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് തലത്തേക്കാണെങ്കിൽ സുഖം. അപ്പോൾ നമുക്ക് എല്ലാം പോയി കഴിഞ്ഞു. നമുക്ക് കുറച്ചും ബെറ്റർ റൂമിൽ നമുക്ക് കുക്ക് ചെയ്യാൻ കുറച്ചും ബെറ്റർ. അപ്പോൾ ടൈമില്ലെങ്കിൽ മാത്രം ഇപ്പോൾ എനിക്ക് ഇവിടെ മെസ്സ് ഉണ്ട്. എനിക്കിപ്പോൾ മോർണിംഗ് ഡ്യൂട്ടിയാണ്. അപ്പോൾ എനിക്ക് കുക്ക് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എനിക്കിവിടെ മെസ്സ് ഉണ്ട്. ഇവിടെ ഹോട്ടലിൽ നമ്മൾ ജിമ്മിൽ മെസ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ ജിമ്മിനായിട്ട് കുറച്ച് മെമ്പേഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ അവർ അതിനനുസരിച്ച് ഓയിൽ പറഞ്ഞാൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യും. ഇപ്പോൾ പറഞ്ഞാൽ എന്ത് പറയുക, നമ്മൾ കൂടുതൽ ഓയിൽ പൊക്കുന്നത് മെയിനായിട്ട് ഈ കൊളസ്ട്രോൾ, അറ്റാക്ക്, പിന്നെ ഈ മെയിനായിട്ട് ഈ ബീഫ് സംഭവം നല്ല ഓയിൽ ആകുമ്പോൾ ഫാറ്റ് ലെവൽ വേണം സാധ്യത കൂടുതലാണ്. മെയിനായിട്ട് പറഞ്ഞാൽ വർക്ക് കൊണ്ടൊരു 30 മിനിറ്റ് നമ്മൾ വർക്ക് ആകും. നമ്മൾ വർക്ക് കൊണ്ട് നമ്മുടെ മൈൻഡും കൂടി ഒന്ന് റിഫ്രഷിങ് ആവും. പിന്നെ നമ്മുടെ ബോഡി ഒന്ന് ഹെൽത്ത് ആവും. ഒരു 30 മിനിറ്റ് വർക്കൗട്ട് മതി. 30 to 40 മിനിറ്റ്. എൻ്റെ വർക്കൗട്ട് 40 മിനിറ്റ് വർക്കൗട്ടാണ്. ഞാനൊരു മോർണിംഗ് 8 മണിക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും. ഒരു 8:40 വർക്കൗട്ട് മിനിച്ചാവും. പിന്നെ കുറച്ച് കാടിയും കൂടെ 10-12 മിനിറ്റ് കാടി ഞാൻ ചെയ്യും. അത്ര മതി. ഒരു ദിവസം ഒരു 40 മിനിറ്റ് നമ്മൾ ബോഡിക്ക് സ്പെൻഡ് ചെയ്താൽ മതി. ഹെൽത്ത് ആയില്ല. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫുഡ് നല്ല ഹെൽത്തായിട്ട് ഫുഡ് കഴിക്കാം. മാക്സിമം ഷുഗർ ഓയിലും കൈ പരമാവധി ഒഴിവാക്കാൻ നോക്കും. നല്ല നല്ല ഫുഡ്, നല്ല വെജിറ്റബിൾ, പിന്നെ എഗ്സ്, ചിക്കൻ, അങ്ങനെ ഇത് കഴിക്കാൻ നോക്കാം. നമുക്ക് കുറച്ചും കൂടി ഇതൊക്കെ നമ്മുടെ മസിലും കുറച്ചുകൊണ്ട് കിട്ടാവും. എൻ്റെ യൂട്യൂബത്തെ എല്ലാ ഫാമിലീസിനും വേണ്ടിയിട്ടാണ് നമ്മളെ നിക്ക് സാറ് പറയുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു നിർദ്ദേശം. അപ്പോൾ അല്ലേ, ഞാൻ പേര് ചെയ്തിട്ടുള്ള ഒരു 9 വർഷമായി. ഞാൻ 2017 മിസ്റ്റർ കാസർഗോഡ് ചാമ്പ്യനാണ്. 2017 മിസ്റ്റർ കാസർഗോഡ് ചാമ്പ്യനാണ്. പിന്നെ ഏകദേശം ഒരു ഫീൽഡിലാണ്. എൻ്റെ പാഷൻ എന്ന് പറഞ്ഞ ഒരു ജിമ്മാണ്. വർക്കൗട്ട് ചെയ്യാം, ബോഡി ഉണ്ടാക്കാം, പിന്നെ നമ്മൾ ക്ലയൻസിന് നല്ല ഒരു റിസൾട്ട് ആയി കൊടുക്കാം. അവർ നമ്മളെ വിശ്വസിച്ച് അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ലൊരു ബോഡി അതായി കൊടുക്കുക. അവരൊരു ഗോൾ ഉണ്ടാവും. ചില ആൾക്ക് ബോഡി അല്ല, ചിലർക്കൊന്ന് ഫിറ്റ് ആവണം, ചിലർക്കൊന്ന് വയറ് കുറക്കണം. ഒരു ഗോളിനനുസരിച്ച് നമ്മൾ ഫിറ്റായി കൊടുക്കും. അത് നമ്മളെ സന്തോഷം. ഒന്ന് കുറച്ച് ഞാൻ ആളെ പിടിക്കാൻ പോകണ്ട. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും അല്ലേ? ഇങ്ങനെ പറയും. ബൈ.